ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഞാനൊരിക്കലും ഏത് സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ആ സിനിമകൾക്ക് അല്ലാത്ത രീതിയിലുള്ളൊരു സിനിമ ഉണ്ടാക്കണം എന്നല്ല ഞാൻ ആലോചിക്കാറ്. ഏത് കാലഘട്ടത്തിലായാലും അതുവരെ ഇറങ്ങിയ സിനിമ എന്താണെന്നുള്ളതല്ല, അതുവരെ ഇറങ്ങാത്ത രീതിയിലുള്ളൊരു സിനിമ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എപ്പോഴും. നാളെ ആയാലും ഇന്നലെ ആയിരുന്നു അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ശ്രീനിവാസൻ. ഇത് തന്നെയാണ് ശ്രീനിവാസന്റെ സിനിമ മാനിഫെസ്റ്റോയും. ഷൂട്ട് ചെയ്യേണ്ടത്, അതായത് നമ്മുടെ നടി കുളത്തിലേക്ക് ചാടുന്നു, മുങ്ങി നിവരുന്നു, പടവിലേക്ക് കയറുന്നു, അവിടെ സോപ്പ് പെട്ടിയിൽ വെച്ചിരിക്കുകയാണ് നമ്മുടെ പരിമള സോപ്പ്. നടി അവളുടെ അർദ്ധനഗ്ന മേനിയിൽ സോപ്പ് ഇങ്ങനെ തേക്കുക, എന്നിട്ട് പറയുന്നു, എന്റെ മേനിയഴകിന്റെ രഹസ്യം പരിമള സോപ്പ്. അന്തരിച്ച ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ പങ്കുവച്ച നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ചിത്രീകരണം. ഞാൻ അതുകൊണ്ടാണ് ഒരു ഇടത്തരക്കാരനാണ് എല്ലാ രീതിയിലും. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ, എന്നെപ്പോലെയുള്ള ആൾക്കാർ കേരളത്തിൽ കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ അവരിൽ ചെന്ന് ചേരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടത്തരക്കാരൻ എന്നും മധ്യവർഗമെന്നും വിളിച്ചു പോരുന്ന ഈ ഒരു വിഭാഗത്തെയാണ് ശ്രീനിവാസൻ എന്ന സിനിമാക്കാരൻ പ്രതിനിധീകരിച്ചതും അഭിമുഖീകരിച്ചതും. സിനിമാ നടനാവാൻ കൊതിച്ചെത്തി സിനിമാ കഥയെഴുത്തുകാരനായത് യാദൃശ്ചികമാണെങ്കിലും അതിനൊരു പശ്ചാത്തലമുണ്ട്, അഭിനയദാഹത്തിന്റെ പശ്ചാത്തലം. തീർച്ചയായിട്ടും ഞാൻ ഒരു നടനായിട്ടാണല്ലോ എൻ്റെ സിനിമയിലെ ജീവിതം ആരംഭിക്കുന്നത്. എനിക്ക് അഭിനിവേശവും ഇപ്പോഴും ഇഷ്ടവും എല്ലാം അഭിനയത്തോട് തന്നെയാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സിനിമകൾ ഉണ്ടാവാത്തതുകൊണ്ട് പല റോളുകളും ഉപേക്ഷിക്കേണ്ടി വരും. ഞാൻ അഭിനയിച്ച സിനിമ 100 എണ്ണമാണെങ്കിൽ ഉപേക്ഷിച്ച സിനിമ ഒരു 500 എണ്ണം വരും. കാരണം നേരത്തെ വിജയിച്ച ചിത്രങ്ങളിൽ ഞാൻ എന്ത് ചെയ്തോ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി പല ആളുകളും നിർബന്ധിക്കും. അപ്പോൾ അത് താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞു മാറി നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ എഴുതുന്ന കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ എഴുതുന്ന കഥകളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, എൻ്റെ പരിമിതികൾ കാത്തുനിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആരോഗ്യത്തിന് നല്ലതെന്ന് തോന്നുന്നു. കലാമൂല്യം മാത്രം ലക്ഷ്യമാക്കി നിർമ്മിച്ച ഓഫ് ബീറ്റ് സിനിമകളിലായിരുന്നു നടൻ എന്ന നിലയിൽ തുടക്കം. പി എ ബക്കറിന്റെ മണിമുഴക്കം, രാമു കാര്യാട്ടിന്റെ സംഘഗാനം, തുടർന്ന് മധ്യവർത്തി സിനിമയുടെ അമരക്കാരായിരുന്ന കെ ജി ജോർജിനെ പോലുള്ളവരുടെ സിനിമകൾ. ജനങ്ങളിലേക്കെത്തുന്ന കലാമൂല്യ ചിത്രങ്ങളായിരുന്നു ശ്രീനിവാസന്റെ മോഹവും ലക്ഷ്യവും. അത് ശരിക്കും ഒരു പരിപൂർണമായ ഓഫ് ബീറ്റ് സിനിമകളായിരുന്നില്ല പലതും. ഈ കെ ജി ജോർജ് അദ്ദേഹത്തിന്റെ സിനിമകൾ ആ കാലത്ത്, ഇപ്പം കോലങ്ങൾ, സാധാരണ കമേഴ്ഷ്യൽ സിനിമകളുടെ ഫോർമുലകൾ ചിലതൊക്കെ ഉണ്ടായിരുന്ന സിനിമകൾ, അതൊരു സ്വാഭാവികമായ ഒരു മാറ്റമായിരുന്നു. ഒരു പരിപൂർണ ഓഫ് ബീറ്റ് സിനിമകളിൽ നിന്ന് ഈ സിനിമകളിലേക്കുള്ള ഒരു നടന രീതിയിലെ മാറ്റം സ്വാഭാവികമായിരുന്നു. അതായത് ഈ നമ്മളീ പറയുന്ന ഓഫ് ബീറ്റ് സിനിമകളിലെ നന്മകളും കമേഴ്ഷ്യൽ സിനിമകളിലെ ദൂഷ്യങ്ങൾ ഒഴിവാക്കിയതുമായ സിനിമകളിലൂടെയായിരുന്നു ശരിക്കും ഞാൻ എന്ന് പറയുന്ന നടന്റെ ഒരു വരവ്. അപ്പോൾ കെ ജി ജോർജ് അത്തരത്തിലുള്ളൊരു സംവിധായകനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ കോലങ്ങൾ, പിന്നെ മേള, അത്തരം സിനിമകൾ. ആസാദ് എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, MTയുടെ. അപ്പം അതൊക്കെ ഒരു മാസിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ള, അപ്പം അതിലൂടെ വന്നതുകൊണ്ട് എനിക്കിതിന്റെ ഒരു ഡിഫറൻസ് വളരെ പ്രകടമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. തന്റെ അഭിനയ സങ്കല്പത്തെ രാഗി മിനുക്കിയെടുക്കാൻ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശീലനം തുണയായിട്ടുണ്ട്. അത് ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ അവിടെ ധാരാളം വിദേശ സിനിമകൾ കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠന രീതി എന്ന് പറയുന്നത് ആ വിദേശ സിനിമകളിലെ രീതിയാണ്, അഭിനയ രീതിയാണ്. എന്ന് വെച്ചാൽ ബിഹേവ് ചെയ്യുക, ഒന്നും ഓവർ ആക്ട് ചെയ്യാതിരിക്കുക, അതേസമയം അണ്ടർ ആക്ട് ചെയ്യാതിരിക്കുക. ഒരു സ്വാഭാവിക സന്ദർഭത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ സ്വഭാവ വിശേഷത്തിനനുസരിച്ച് എങ്ങനെ അയാൾ ബിഹേവ് ചെയ്യും എന്ന് നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു ശൈലി. അതിന് ഡയറക്ടറുടെ നിർദ്ദേശത്തിന് പോലും ചിലപ്പോൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അരവിന്ദേട്ടൻ്റെ ചിദംബരം, ഒരിടത്ത് തുടങ്ങിയ സിനിമകളിൽ ഞാൻ അഭിനയിച്ചപ്പോൾ പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മറ്റ് സിനിമകളിൽ അഭിനയിക്കുന്നതൊക്കെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട്
അരവിന്ദേട്ടൻ ആ രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്തു അല്ലേ? എന്നെ മോൾഡ് ചെയ്തിട്ടൊന്നുമില്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് അഭിനയ രീതിയുടെ വകുപ്പിൽ പെടുന്ന ആളാണ്, അത് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം, അദ്ദേഹത്തിൻ്റെ സിനിമയുടെ സ്വഭാവം, അദ്ദേഹത്തിൻ്റെ നേരത്തെ നമ്മൾ സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹം അതാണ് ആഗ്രഹിക്കുന്നതെന്ന് അറിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്ന ഒരു രീതി പുറത്തെടുക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്കതിന് പ്രത്യേകിച്ച് ഒരു സ്ട്രെയിനും ഉണ്ടായിട്ടില്ല. എപ്പോഴും അത് കഥാസന്ദർഭമാണ് അതിന് ഹെൽപ്പ് ചെയ്യേണ്ടത്. നമ്മൾ ബിഹേവ് ചെയ്താൽ തന്നെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കാര്യങ്ങൾ, സിനിമയ്ക്ക് ഒരു കഥയുണ്ടാവും, ആ കഥയിൽ രംഗങ്ങളുണ്ടാവും, അതിന് വൈകാരികമായ പ്രാധാന്യം ഉണ്ടാവും. ഒരു ടോട്ടൽ സിനിമ നമ്മളൊരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. എഴുത്തിനെക്കുറിച്ചും തന്റേതായ ചില സങ്കല്പങ്ങളുണ്ട് ശ്രീനിവാസന്. തീർച്ചയായിട്ടും കഥയുണ്ടാക്കുമ്പോൾ അതിന് അടിസ്ഥാനപരമായ ചില തത്വങ്ങളുണ്ട്. വൈരുദ്ധ്യവും സംഘർഷവുമാണ് ഒരു സിനിമാ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. ശ്രീനിവാസന്റെ നിരീക്ഷണങ്ങൾ തുടരുന്നു. ഒരു 10 രൂപ എനിക്ക് തരൂ എന്ന് പറയുമ്പോൾ താങ്കൾ എനിക്ക് 10 രൂപ തരുന്നു, അതോടെ അവിടെ കഥ തീർന്നു. ഇല്ല, 10 രൂപ എൻ്റെ കയ്യിലില്ല എന്ന് പറയുമ്പോൾ അവിടെ കഥ തുടങ്ങുന്നു. 10 രൂപ തരാതിരിക്കാനുള്ള കാരണങ്ങൾ ഞാൻ ചോദിക്കും, അതിന് വ്യക്തമായ മറുപടി ഉണ്ടാവണം. നമ്മുടെ പൂർവ്വകാല ബന്ധങ്ങളടക്കം അതിനകത്ത് വിളിച്ചു തരും. ഇങ്ങനെയാണ് ഒരു രംഗം ഉണ്ടാക്കുന്നതിന് ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷം. അതിൽ നിന്നാണ് ആശയങ്ങളാവാം. ഇപ്പോൾ സാധാരണ കമേഴ്ഷ്യൽ സിനിമകളിലെ വില്ലൻ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ആശയങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ആളാണ്. കമേഴ്ഷ്യൽ സിനിമയിൽ മൊട്ടയൊക്കെ അടിച്ചിട്ട് വരുന്ന വില്ലനില്ലേ? ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് കാണുന്ന ആളുകൾക്ക് അതിൽ താല്പര്യം ജനിക്കുന്നത്. അതുപോലെ തന്നെ മോഹൻലാൽ അഭിനയിക്കുന്ന സിനിമയിൽ മോഹൻലാൽ തന്നെ പോലെ തന്നെ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ചെയ്താൽ മതിയാവും. അപ്പോൾ ഘടകവിരുദ്ധമായിട്ട് ആശയപരമായിട്ടും അഭിനയപരമായിട്ടും എല്ലാം തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് വളരെ ബോധപൂർവം ചെയ്യുന്നത് തന്നെയാണ്. നിത്യജീവിതത്തിന്റെ യഥാതഥ ചിത്രീകരണമാകരുത് സിനിമ. യാഥാർത്ഥ്യത്തിന്റെ സർഗാവിഷ്കാരമാകണം അത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ളവർക്ക് കാണാൻ രസം തോന്നുന്ന അല്ലെങ്കിൽ രസം ജനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നാണ്. റിയലിസ്റ്റിക് സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരുപാട് കൊട്ടിഘോഷിക്കാറ്. റിയലിസം എന്ന് പറയുന്നത് വളരെ വിരസമാണ്. പലപ്പോഴും ഒരു ദിവസം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ബസ് കാത്തിക്കുന്നു, ബസ്സിൽ കയറുന്നു, ബസ്സിൽ സഞ്ചരിക്കുന്നു, ചിലപ്പോൾ 2 മണിക്കൂർ പ്രോസസ്സായിരിക്കും. ഇതൊരു സിനിമയായിട്ട് ഷൂട്ട് ചെയ്താൽ കാണാൻ ആളുകളെ കിട്ടില്ല. അപ്പോൾ എന്താണ്, ഈ വിരസമായ സംഭവങ്ങൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് അയാളുടെ ജീവിതത്തിലെ ഏറ്റവും രസകരമായ സാധനങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ രസം ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ് റിയാലിറ്റി. ഹാസ്യവും നർമ്മവും പ്രണയവും മാത്രമല്ല ആസ്വാദനത്തിൽ നമുക്ക് ആനന്ദം പകരുന്നത്. വിഷാദവും ദുഃഖവും ദുരൂഹമായ ഒരാനന്ദാനുഭൂതിയിലേക്ക് നമ്മെ നയിക്കുന്നുണ്ട്. കലയിലെ ട്രാജഡി എന്ന് പറയുന്നത് ഒരു ആനന്ദമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നല്ല ട്രാജഡി ആണെങ്കിൽ. നമുക്ക് ഇഷ്ടമല്ലാത്ത ട്രാജഡികളുണ്ട്, പോസിറ്റീവ് അല്ലാത്ത ട്രാജഡികളുണ്ട്. നമ്മൾ ട്രാജഡിയിലൂടെ നമ്മുടെ മനസ്സ് സംസ്കരിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അത് നല്ല ട്രാജഡിയാണ്. അത് നമ്മളെ ആനന്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ടുണ്ട്, പല സിനിമകളും കണ്ടിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പും സിനിമയിൽ വന്നതിന് ശേഷവും. അതെനിക്ക് തന്നിട്ടുള്ള സന്തോഷം ചില്ലറയല്ല. ഇപ്പം സത്യൻ അഭിനയിച്ച സേതുമാധവൻ ഡയറക്റ്റ് ചെയ്ത് അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അഭിനയിച്ചാണ്. മുഴുവൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തകഴിയുടെ ഒരു കഥയുണ്ടായിരുന്നു, അനുഭവങ്ങൾ പാളിച്ചകൾ. അതിൽ സത്യനും ശീലയും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഭാര്യയും ഭർത്താവും വളരെ തെറ്റി നിൽക്കുകയാണ്. ഇവർ പിരിഞ്ഞ പോലെ നിൽക്കുന്ന ഘട്ടത്തിൽ ഈ മരിച്ച കുഞ്ഞിൻ്റെ ശവടീരത്തിനടുത്ത് ഇദ്ദേഹം വരികയാണ്. അദ്ദേഹം വളരെ വേദനിക്കും. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ഭാര്യ പറയും, ഒരു മകനുണ്ട്, എൻ്റെ മോനെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകൂ. അപ്പോൾ അദ്ദേഹം മകൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയും, മോൻ നന്നായി പഠിക്കണം, വലിയ ആളാവണം എന്ന് തൊണ്ടയിടറി പറയും. ഞാൻ കുടുകുടാ കരഞ്ഞിട്ടുണ്ട്. അതെനിക്ക് തന്നത് ദുരന്തത്തിൻ്റെ സങ്കടമല്ല, സന്തോഷത്തിൻ്റെ സങ്കടമാണ്. അപ്പം അങ്ങനത്തെ ട്രാജഡികൾ നല്ലതാണ്. സിനിമ തീർച്ചയായും ഒരു വ്യവസായം തന്നെ. തീർച്ചയായിട്ടും ഇത് കല വിൽക്കുന്ന ഒരു വ്യവസായമാണ്. ഇപ്പോൾ ആരെങ്കിലും ഒരു പേഴ്സണൽ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഉണ്ടാകുമായിരിക്കും. അവരങ്ങനെ പറഞ്ഞോട്ടെ, എനിക്കതിൽ എതിർപ്പില്ല. പക്ഷേ എനിക്കെന്തോ അതിൽ വലിയ വിശ്വാസമില്ല. മറ്റുള്ളവർ കാണണം, അത് അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ സിനിമ എടുത്തിട്ടുള്ളത്. ഇപ്പം അത് നമ്മളത് അങ്ങനെ പറയുന്നില്ലെങ്കിലും അതിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ചു കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാവരും പറയുന്നത് പോലെ തന്നെ അത് തികച്ചും സ്വാഭാവികമായ കാര്യമാണ്. അതില്ലെങ്കിൽ ഒരിക്കലും ഇതിന് നിലനിൽപ്പില്ലല്ലോ. വ്യവസായത്തിൽ പ്രതിസന്ധികൾ സ്വാഭാവികം. അതിന്റെ കാരണങ്ങളാവട്ടെ സുവ്യക്തവും.
ഞാൻ വിശ്വസിക്കുന്നത് പ്രതിഭയുള്ള സംവിധായകരുടെ അഭാവമാണ് ഇവിടെ നല്ല സിനിമകൾ ഉണ്ടാവാത്തതിനുള്ള മെയിൻ കാരണം. പിന്നെ ഇവിടെ പ്രതിസന്ധി ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ ഒരു പ്രതിസന്ധിയുമില്ല. ഇവിടെ ഉള്ളത് എന്താണെന്നറിയോ? നേരത്തെ ഇവിടെ ഭയങ്കര ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു. കേരളത്തിന് താങ്ങാൻ പറ്റാത്ത അത്രയും പടങ്ങളെടുത്തു. ഒരിക്കലും സിനിമ സംവിധാനം ചെയ്യേണ്ടാത്ത കുറേ ആൾക്കാർ സംവിധായകരായിട്ട് സിനിമയിലേക്ക് വന്നു. അങ്ങനെയാണ് 125, 150 ഒക്കെ പടങ്ങളുണ്ടായത്. അതുണ്ടാവാൻ പാടില്ലായിരുന്നു. അതിൻ്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള പ്രതിഭയില്ലാത്ത സംവിധായകർ നിലവിളിക്കുന്നു ഇവിടെ പ്രതിസന്ധി ഉണ്ടെന്ന്. ഇവിടെ വളരെ സ്വാഭാവികമായ കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ ഒരു പ്രശ്നമില്ല. പിന്നെ കഥകൾ, വലിയ വലിയ സാഹിത്യകാരന്മാരോട് നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതുന്നു ആർക്കും പറയാൻ പറ്റില്ല. സിനിമയുടെ സ്വഭാവത്തിന് അനുസൃതമായിട്ടുള്ള ചട്ടക്കൂടിൽ ഒതുങ്ങുന്ന കഥകൾക്ക് ചില സവിശേഷതകളുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. രസിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ സ്വഭാവം അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഫോഴ്സുകൾ തമ്മിലുള്ള ഫ്രിക്ഷനിൽ നിന്നാണ് പ്രദാനം ചെയ്യുന്ന ഒരു കഥ ജനിക്കുന്നത്. നമ്മൾ വിജയിച്ചിട്ടുള്ള എല്ലാ സിനിമകളും, വിജയിക്കേണ്ടുന്ന അല്ലെങ്കിൽ വിജയിക്കുന്ന സിനിമകളുടെ ഒരു മനഃശാസ്ത്രം പരിശോധിച്ചാൽ ഇത് വ്യക്തമായി മനസ്സിലാവും. ഇപ്പോൾ ഒരാളിൽ തന്നെ അയാളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഞാനൊരു മദ്യപാനിയാണ്, രാത്രി മുഴുവൻ കുടിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് റിപ്പൻറ്റ് ചെയ്യുകയാണ്, ഞാൻ തെറ്റായിപ്പോയി, ഇന്നു മുതൽ കുടിക്കില്ല. ഇയാളിലെ കുടിയനും ചിന്തിക്കുന്ന രാവിലെ കെട്ടുവിട്ട ഇവനും തമ്മിലുള്ള സംഘർഷം വളരെ രസകരമായിട്ടുള്ള ഒരു കഥയായിട്ട് വികസിപ്പിച്ചെടുക്കാൻ സാധിച്ചേക്കും. ഈ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ് ഫോഴ്സുകൾ തമ്മിലുള്ള ഫ്രിക്ഷനുള്ള കഥകൾ മാത്രമേ വിജയിക്കുന്ന സിനിമകൾക്ക് പറ്റൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സിനിമയിൽ പാട്ടുകൾ ഉൾപ്പെടുത്തേണ്ടി വരുന്നതിന്റെ സാഹചര്യം ശ്രീനിവാസൻ വിശദമാക്കിയത് ഇങ്ങനെ. ഈ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, ഞാൻ പാട്ട് വിരോധിയാണ്. ശരിക്കും സിനിമ കാണുന്ന നേരത്ത് ഒരു പാട്ടുണ്ടായാലേ ആ സിനിമ ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പോലും പാട്ട് ഒരു സിനിമയിൽ വെക്കാൻ നിർബന്ധിതരാവുകയാണ്. കാരണം പല ഭാഗത്തുനിന്നും പാട്ടിനോടുള്ള ആളുകളുടെ അഭിനിവേശം നമ്മൾ കാണുന്നു. അതോടൊപ്പം തന്നെ ആ അഭിനിവേശം കണ്ടിട്ട് മാത്രമല്ല, നമ്മൾ കണ്ടുവന്നിട്ടുള്ള മലയാള സിനിമയുടെ ഒരു രീതി അനുസരിച്ച് ഇപ്പം ശ്യാമള എന്ന് പറയുന്ന സിനിമയിൽ 2 പാട്ടുകളുണ്ട്. ഈ പാട്ട് ഒരു കഥയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലുള്ള വളർച്ച സീനുകളിലൂടെ കാണിക്കാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. കുറേ സീനുകൾ ഉണ്ടാക്കേണ്ടി വരും. 15 മിനിറ്റ് നേരത്തെ പല സീനുകൾ, ആ സീനുകൾ വിരസമായി പോകാനിടയുള്ളതുകൊണ്ട് ഒരു സമയത്തിൻ്റെ ഒരു സമയം, നമ്മൾ സിനിമയിൽ ടൈം ലാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. അതിനുവേണ്ടി ഈ പാട്ടുകൾ ഉപയോഗിക്കുന്നു. മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധി, ആരോടും മിണ്ടാതെ മിഴികളിൽ നോക്കാതെ മഞ്ഞിൽ മായുന്ന മൂകസന്ധി. സിനിമ സംവിധായകന്റെ കലയാണ്. മറ്റുള്ള കലാകാരന്മാരൊക്കെ അതിന് കീഴേ മാത്രം. സംവിധായകൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര നല്ല തിരക്കഥ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഇതൊക്കെ തീരുമാനിക്കുന്നത് ഡയറക്ടറാണ്. ഇപ്പം ഇന്നത്തെ ഏതോ ഒരു ഇതിൽ ഞാൻ വായിച്ചു, അന്ന് മെർലിൻ ബ്രാൻഡോ എന്ന് പറയുന്ന ആക്ടർ, അയാൾ വലിയ ആക്ടറായിട്ട് പേരെടുത്ത് കഴിഞ്ഞതിന് ശേഷം അയാൾ പറയാണ്, എനിക്കൊന്നും അറിയില്ല, എൻ്റെ സംവിധായകരാണ് എന്നെ ഇങ്ങനെയാക്കിയത്. അതാണ് സത്യം. പുരസ്കാരങ്ങൾ പ്രലോഭിപ്പിക്കാറില്ല, കിട്ടിയാൽ തിരസ്കരിക്കാറുമില്ല. അല്ല, അവാർഡുകൾ പലപ്പോഴും ഒരു കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഈ കമ്മിറ്റിയുടെ ആൾക്കാർ മിക്കവാറും ഫോറിൻ ഫിലിം ഫെസ്റ്റിവലിനും ഒക്കെ പോയി നല്ല പരിചയമുള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം ഇത് ഇത്ര സെറ്റപ്പുകളിൽ ചെന്നപ്പെട്ടപ്പോൾ സാധാരണ മെയിൻ സ്ട്രീം സിനിമകളിലുള്ള കുറേ കാര്യങ്ങൾ മൈനസ് ചെയ്യുക. മൈനസ് പാട്ട്, മൈനസ് സ്റ്റണ്ട്, മൈനസ് ദുഃഖം, ഇതൊക്കെ ആയി കഴിഞ്ഞാൽ ആർട്ട് സിനിമയായി എന്ന് വിശ്വസിച്ചിട്ട് അവാർഡ് കമ്മിറ്റിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം എടുത്തിട്ടുള്ള സിനിമകളുടെ വഴിയോരത്തൂടെ ഞാനും പോയിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിനകത്തൊന്നും കഴമ്പില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ അത്തരം സിനിമകൾ, ഞാൻ എന്ന് പറയുന്ന ആസ്വാദകൻ, ഞാൻ എന്ന് പറയുന്ന ക്രിയേറ്ററിൻ്റെ മേലെയാണ്. കാരണം ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വേറൊരു കാര്യമാണ്. ഞാൻ വളരെ ചെറുപ്പം മുതൽ സിനിമ ആണെന്നുള്ള ആളതിൻ്റെ സിനിമ എഡ്യൂക്കേഷൻ സിനിമ കണ്ടാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ധാരാളം സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പം ഒരു സിനിമ കാണുന്ന ആൾ എന്ന് പറയുന്ന രീതിയിൽ കുറച്ചുകൂടെ മേലെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ പല സിനിമകളും ചിന്താവിഷ്ടയായ ശ്യാമളയെ പറ്റി പറയുകയാണെങ്കിലും ഞാൻ എന്ന് പറയുന്ന ആസ്വാദകൻ്റെ അഭിപ്രായം ക്രിയേറ്ററായിട്ട് പൊരുത്തപ്പെടുന്ന രീതിയിലായിരിക്കില്ല പലപ്പോഴും. ഞാൻ വലിയ ആളാവാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല, സത്യം പറഞ്ഞാണ്, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നൊരു സിനിമ
അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ കഥയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കണ്ടിട്ടുള്ള ഇപ്പം ഗൊഡാർഡിൻ്റെ സിനിമകൾ, ട്രൂഫോയുടെ സിനിമകൾ, പിന്നെ ബർഗ്മാൻ്റെ സിനിമകൾ, ഇത് വലിയ പേരുകളാണ്. ഈ പേരുകൾ എടുത്തു പറഞ്ഞിട്ട് ആളാകാൻ വേണ്ടി പറയുന്നതല്ല. ഇവരൊക്കെ നല്ല സിനിമകൾ ഉണ്ടാക്കിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലാസിക്കുകൾ? ക്ലാസിക്കുകൾ എന്ന് പറയുന്നത് അതെങ്ങനെ എന്നെ അനുഭവിപ്പിക്കുന്നു പറയുന്നത് എൻ്റെ ആസ്വാദന തലവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത് വേറൊരാളത് അങ്ങനെ അനുഭവിപ്പിക്കണം എന്ന് നിർബന്ധമില്ലായിരിക്കാം. പക്ഷെ ഇവരുടെയൊക്കെ സിനിമകൾ, സത്യത്രയുടെ സിനിമകൾ. അപ്പൊ ഏത് ഷോട്ടാണ് ആദ്യം? നമുക്ക് എല്ലാ ഷോട്ടും ആദ്യം തന്നെ എടുക്കാം. സാർ എന്തായി പറയുന്നത്? ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുന്നു, ആ ഷോട്ട് എവിടെ ക്യാമറ വെച്ച് എടുക്കണമെന്നാ ചോദിച്ചത്. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. നിങ്ങൾ കേട്ടത് അന്തരിച്ച ചലച്ചിത്രകാരൻ ശ്രീനിവാസൻ പങ്കുവച്ച നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചിത്രീകരണം. ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.